ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പ്രീസെറ്റ് അല്ലാതെ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. വലിയ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ വാച്ച് ചെയ്യാതെ കമൻറ്റിൽ ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളില്ല. കാരണം നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ട കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും തന്ന് നമ്മൾ സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക. ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഏത് റെസൊല്യൂഷനാണ് നമ്മൾ വീഡിയോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്യണം. അതിൽ പ്രീസെറ്റ് അവിടെ ഉണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ വാട്സപ്പ് മുതലായ എല്ലാത്തിനും പ്രീസെറ്റ് ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിക്സൽസ്, പിക്സാബെ, ഫ്രീ പിക്ക് പോലുള്ള വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഒരുപാട് ഒരു ഫോട്ടോ തന്നെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക അങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയ്ക്ക് ഇങ്ങനെ പല ആംഗിളിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, സൂമിങ്, സൂം ഔട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നല്ല സൂം ചെയ്യണ സമയത്ത് നമുക്കൊരൊറ്റ പിക്ക് മാത്രമാകുമ്പം അതിൻ്റെ ഇപ്പോൾ ബ്രിക്സിൻ്റെ ഒക്കെ സൂം മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഇതിൽ ഇങ്ങനെ ചെറിയ ബ്ലെൻഡിങ് ഒക്കെ ഗ്രേഡിയൻ്റൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോളങ്ങൾ പോലെയുള്ള കാണിക്കണതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. ഓൾമോസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് പല രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് ചെയ്തതാണ്. ഇതിന് ശേഷം നമുക്ക് PNG ആഡ് ചെയ്യുക. PNG ഒരുപാട് സൈറ്റുകൾ PNG കിട്ടാണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഐഡിയയിലുള്ള വീഡിയോക്ക് വേണ്ടിയുള്ള PNG കിട്ടണമെന്നില്ല. അപ്പോൾ ഫ്രീ പിക്ക്, പിക്സാബെ മുതലായ സൈറ്റുകളൊക്കെ ഒന്ന് നോക്കി അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, പിക്സാർട്ടിലേക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം നമ്മളിങ്ങനെ ഒരു PNG എടുത്തതിൻ്റെ ശേഷം നമ്മളതിനെ ഒരുപാട് കോപ്പി എടുത്തിട്ട് അതിനെ ജസ്റ്റ് പറയുകയാണെങ്കിൽ കൊമ്പും ചുള്ളികളൊക്കെ പോലെ ഇങ്ങനെ ആക്കി മാറ്റുകയാണ്. ഓക്കെ, എന്നതിൻ്റെ ശേഷം നമുക്കൊരു ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്യാണ്ട്. ആനിമേഷൻ എഫക്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി അപ്പോൾ അതായത് ഒരുപാട് കോപ്പീസ് എടുത്തിട്ടുണ്ടല്ലോ PNGൻ്റെ, അതിൻ്റെ എല്ലാ ലെയറുകളും മെർജ് ചെയ്തതിന് ശേഷം നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും, അല്ലാതെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ മെർജ് ചെയ്യാതെ ഓരോ പീസിനും ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് ലോഡ് കയറും. ഓരോ പീസിനും സെപ്പറേറ്റ് ആനിമേഷൻ കൊടുക്കുമ്പോൾ അതൊന്നുകൂടി ഭംഗി കൂടും. അപ്പോൾ അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാനിവിടെ ഓരോ പീസിനും സെപ്പറേറ്റ് ബെൻഡ് എഫക്റ്റ് കൊടുക്കണം. അപ്പം എഫക്റ്റിൽ ബെൻഡ് എന്നുള്ളൊരു എഫക്റ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ബോട്ടം എന്ന് കാണുന്ന അതിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആനിമേഷൻ കാണാൻ പറ്റും. അതിൽ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് എന്നുള്ള ടൈപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒന്ന് നോക്കുക ഏതാണ് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ബോട്ടത്തിലാണ് ചെയ്യണത്. അതിൻ്റെ ആംഗിളുകൾ ഇങ്ങനെ മാറ്റിയിട്ട് എനിക്ക് ഈ ഫ്രെയിം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ ലെയറുകളും സെലക്റ്റാക്കി ഗ്രൂപ്പാക്കിയിട്ട് അതിനൊരു നെയിം കൊടുക്കുക. നെയിം കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ളതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ വലിയൊരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കണം. എന്നാലും നമ്മൾ വർക്ക് സ്പീഡാവുള്ളൂ. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ടൈം കൂടും. ഇതിന് ശേഷം മെയിൻ ലെയറിൻ്റെ ബാക്കോട്ട് ആ ലെയറിനെ മാറ്റി അതിലൊരു
ബ്ലർ എഫക്റ്റ് കൊടുക്കുക. ബോക്സ് ബ്ലറാണ് യൂസ് ചെയ്യണത്. അപ്പം അതിന് വേണ്ട അനുയോജ്യമായിട്ടുള്ള ബ്ലറിങ് അതിന് കൊടുക്കുക. ഒരു ക്യാമറയിൽ എങ്ങനെ കാണും എന്നുള്ളൊരു തോട്ടിൽ കൊടുക്കുക. അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നത് വലുതാക്കിയും ബാക്കിൽ കാണുന്നത് ചെറുതായിട്ടുള്ള കാണണ്ടേ, അങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു PNGs ഒരുപാട് ആഡാവും. എല്ലാ PNGസിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. കമ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് ഇതിന് ബെൻഡ് എഫക്റ്റ് ഇട്ടിട്ട് അനിമേഷൻ കൊടുക്കും. ഇതിന് ശേഷം ഈ 2 മെയിൻ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു സൈഡിൽ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തരാനുള്ളൊരു സ്കോപ്പ് ഒന്നുമില്ല. അപ്പം ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഒരുപാട് PNGകൾ ഇങ്ങനെ ആഡ് ചെയ്യാണ്. നമുക്ക് ആ വീഡിയോൻ്റെ ഫ്രെയിമിലേക്ക് വേണ്ടത് അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ വേണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലറിങ്ങും അതിൻ്റെ ബെൻഡ് എഫക്റ്റുകളും അനിമേഷൻസൊക്കെ ചെയ്യുന്ന രീതിയാണ്. ഇതിന് ശേഷം നമുക്ക് ക്യാമറ ആഡ് ചെയ്യണം. ക്യാമറ ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ മൂവ്മെൻ്റാണ് നമ്മൾ വീഡിയോൻ്റെ ഔട്ട്പുട്ട്. അപ്പം ക്യാമറ മൂവ്മെൻറ്റിലാണ് നമുക്ക് കുറച്ച് പറയാനുള്ളത്, അറിയാത്ത ആൾക്കാർക്ക്. ഓക്കെ, ഏകദേശം നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഫ്രെയിം സെറ്റാക്കി എടുക്കുന്നത് തന്നെ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഫുള്ള് സെറ്റാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ആഡ് ചെയ്തത് ഒരുപാട് കോപ്പീസാണ്. അതായത് ഇതിൻ്റെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിന് ശേഷം ക്യാമറ ആഡ് ചെയ്യുക. ക്യാമറ ആഡ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള അത് നോക്കിയിട്ട് അതിലവിടെ ക്യാമറ എനേബിൾ ചെയ്യാണ്ട്. ഇതിന് ശേഷം നമുക്ക് സൂം ഔട്ട് ചെയ്ത് നമുക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് ഇവിടെയാണ്. ആ ക്യാൻവാസ് നമ്മൾ സെലക്ട് ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ക്യാമറയിൽ കളിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റാക്കി കൊടുക്കുക. എങ്ങനെയാണ് ക്യാമറ പോവുക, എങ്ങനെയാണ് ക്യാമറ ആൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച്. അപ്പോൾ ഞാൻ ആ ക്യാൻവാസിൻ്റെ അതിലെ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്ത ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ.
ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇതിന് ശേഷം ക്യാമറ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ ആ ഫ്രെയിമിലേക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കുക, സൂം ചെയ്ത് നോക്കുക. ഇതിന് ശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ക്യാമറ ആനിമേഷൻ. ക്യാമറ എങ്ങനെയാണ് നമ്മൾ റിയൽ ക്യാമറ ആനിമേറ്റ് ചെയ്യണ പോലെ ആനിമേറ്റ് ചെയ്യിക്കണം എന്നാണ് ക്യാമറ ട്രിക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഞാനൊരു സിമ്പിളായിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ക്യാമറ എടുത്തതിന് ശേഷം അതിലൊരു കീ ഫ്രെയിം ആദ്യം ആഡ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ഡ്യൂറേഷൻ എടുത്തതിന് ശേഷം അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ക്യാമറ സൂം ചെയ്യുക. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനത്തെ ഒരു ആനിമേഷനാണ് വരിക. ഇതിന് ശേഷം ആ ക്യാമറ കുറച്ച് നേരം ആ ഒരു കണ്ടൻറ്റ്, അതായത് ക്യാമറ ടിപ്സ് എന്ന് എഴുതി അവിടെ നമ്മൾ കണ്ടൻറ്റാണ് വെക്കുക. ആ കണ്ടൻറ്റ് അവിടെ അങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒന്ന് ഡ്യൂറേഷൻ മാറ്റിയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അതായത് ആ ക്യാമറയിൽ ആനിമേഷൻ അങ്ങോട്ടും കൊടുക്കാതെ. ഓക്കെ. ഇതിന് ശേഷം പി എൻ ജികളുണ്ടല്ലോ, ആ PNGകൾ എങ്ങനെ ക്യാമറക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വലിക്കുക. അങ്ങോട്ട് സൂമിങ് ചെയ്യുമ്പം PNGകൾ ഇങ്ങോട്ട് നീക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിയൽ ക്യാമറ മൂവ്മെൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ടോട്ടലായിട്ട് കാണുമ്പം അതൊരു ഭംഗി ഉണ്ടാവും. അപ്പം അതിൻ്റെ രണ്ടാമത്തെ ലെയറായ ആ PNGയും അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക, മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് പിന്നോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കണം. അതൊക്കെ കീ ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ കാണുമ്പോൾ അതൊരു റിയൽ ക്യാമറേൻ്റെ ഒരു ടച്ച് വരും. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ക്യാമറ ട്രിക്ക്. അപ്പോൾ അതിൽ 3D കണ്ടൻ്റായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു റിയൽ ക്യാമറ ടൈപ്പിൽ വരുമ്പോൾ എങ്ങനെ ആവണം എന്നുള്ള രീതിയാണ്. അങ്ങനെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ 3D ആയിട്ടുള്ള എലമെൻറ്റുകൾ ആഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല വീഡിയോസിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ക്യാമറയിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളാണ് ഇതൊക്കെ. പിന്നെ ക്യാമറേൻ്റെ ആംഗിളുകൾ നമുക്ക് റൊട്ടേഷൻ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതൊക്കെ ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ പ്രിവ്യൂ വീഡിയോയിൽ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ അങ്ങനെ ക്യാമറ ഓരോ ഭാഗത്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നതിൻ്റെ ശേഷം ആ 2 PNGകളും PNGൻ്റെ എന്താ പറയുക, റീസൈസ് ചെയ്യുക, സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് നമ്മൾ പിന്നോട്ട് അതിങ്ങനെ വലിക്കുന്ന സമയത്ത് അത് സൈസ് കൂടിയായിരുന്നു, ബാക്കോട്ട് സൈസ് കുറഞ്ഞു. രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റാണ് ലാസ്റ്റ് എഫക്റ്റാണ്. ലാസ്റ്റ് പ്രിവ്യൂവിലൊക്കെ കാണാം ഒരു എന്താ പറയുക, ചാർട്ട് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ കേൾ ചെയ്തിങ്ങനെ പോണത്. അതൊരു എഫക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എഫക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, പേജ് കേൾ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് 3D എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ പേജ് കേൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. എന്നതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ അതൊന്ന് കുറച്ച് കൊടുക്കുക. അതായത് പ്രോഗ്രസ് വലിയ പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ അത് ബോറാവും. ചെറിയ പ്രോഗ്രസ് ആക്കിയതിന് ശേഷം ആംഗിളിൽ ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ട് കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അതായത് ആംഗിൾ ഇങ്ങനെ നീക്കും തോറും അത് മൊത്തമായിട്ട് ഇങ്ങനെ എന്താവും, റൊട്ടേറ്റ് ചെയ്തിങ്ങനെ
അതായത് ചെറിയൊരു കാറ്റടിക്കുന്ന ഫീലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഏതായാലും PNGകൾ ആനിമേറ്റ് ചെയ്യണ്ടല്ലോ, അപ്പോൾ ആ ചാർട്ട് മാത്രം ആനിമേറ്റ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ, അതാണ് ഈ എഫക്റ്റ് കൊടുത്തത്. ഇത് പല സെവഡേറ്റിൻ്റെ ഇതിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും ഒരുപാട് പറയാൻ മാത്രമൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ കളിക്കുമ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്, നിങ്ങളുടെ ലൈക്ക് തരാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇനിയും നല്ല വീഡിയോസൊക്കെ വരും, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇനി തുടരെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.